സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ള ആളുകളും സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് മനസ്സിലാകാത്ത ആളുകളും സോഷ്യൽ സയൻസ് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയുന്ന ആളുകളും കാണേണ്ട ഒരു വീഡിയോ ആണ്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ എങ്ങനെ പഠിച്ച് മികച്ച രീതിയിൽ A+ നേടാമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ സോഷ്യൽ സയൻസ് ടഫ് ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഓണം എക്സാമിന് സോഷ്യൽ സയൻസ് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഈസി ആണോ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. സോഷ്യൽ സയൻസ് നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം പഠിക്കാറുണ്ട്? ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് ആണ് എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് മാത്രമേ നമ്മളോട് എന്ത് ചോദിക്കുകയുള്ളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടന്റ് സെറ്റാക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് കറക്റ്റാക്കി നോട്ട് ചെയ്ത് ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ പിന്നെ ഒരു ടെൻഷൻ അടിക്കേണ്ട. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് നോക്കണം. പിന്നെ നിങ്ങൾ എഴുതി പഠിക്കുക. ഏറ്റവും ബെറ്റർ എന്താടാ? എഴുതി പഠിക്കുന്നതായിട്ട്. അതായത് നിങ്ങൾ റൈറ്റ് ആൻഡ് ലേൺ എഴുതി പഠിക്കാൻ നമ്മൾ പറയും. അതായത് നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തതാണ്. ശ്രദ്ധിക്കണേ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തത് എന്താണ്? സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതിക്കൊണ്ട് പഠിക്കുക. നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ സയൻസ് ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ, ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. ആദ്യം നിങ്ങളൊന്ന് നോക്കിയിട്ട് എഴുതുന്നു, പിന്നെ പഠിക്കുമ്പോൾ അതൊന്ന് കാണാതെ എഴുതി നോക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട്സ് ഉണ്ടാക്കുക. ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ എഴുതുന്നതാണ്. എഴുതുന്ന കാര്യങ്ങൾ കുറേ കൂടി സ്പീഡായിട്ട് നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക. ആ നോട്ട് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കുകയും ചെയ്യുക. പിന്നെ ലൈൻ ബൈ ലൈൻ റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ സയൻസിൽ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ തരിക. നിങ്ങൾക്ക് 4 മാർക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ 4 പോയിന്റ് നിങ്ങൾ ആൻസർ ചെയ്യണം. 3 മാർക്കാണ് ചോദിക്കുന്നെങ്കിൽ 3 പോയിന്റ് ഇറങ്ങി ജസ്റ്റ് ഒരു 2 വേർഡല്ല, ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നിങ്ങൾ ഓരോന്ന് എഴുതാൻ. എന്നാലും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? സോഷ്യൽ സയൻസിൽ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ സയൻസ് നിങ്ങൾ വായിക്കാതെ ഒരിക്കലും നിങ്ങളുടെ തലയിൽ കയറില്ല. സോഷ്യൽ സയൻസ് പഠിക്കാതെ ഒരിക്കലും നിങ്ങളുടെ തലയിൽ കയറില്ല. ലൈൻ ബൈ ലൈൻ റീഡിങ്, അതായത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കോൺസെപ്റ്റും ലൈൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. പിന്നെ സോഷ്യൽ സയൻസിൽ മിക്കവാറും മാപ്പ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നോക്കി വെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പിൽ പഠിക്കാനുണ്ടാവാം, വേൾഡ് മാപ്പ് ഉണ്ടാവാം. അപ്പോൾ മാപ്പ് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. പിന്നെ റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ സയൻസ് ടഫുള്ള ആളുകൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണം. സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ള ആളുകൾ വീക്കിലി 1 ഡേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സോഷ്യൽ സയൻസിനായിട്ട് മാറ്റി വെക്കണം. അത് റിവൈസ് ചെയ്ത് പഠിക്കണം. ആ ഒരു ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസിൽ മൊത്തം അതുവരെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അപ്പോൾ സോഷ്യൽ സയൻസ് ടഫുള്ള ആളുകൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അത് മാത്രമല്ല കറക്റ്റ് എഫേർട്ട് ഇട്ട് പഠിക്കണം, കറക്റ്റ് കഷ്ടപ്പെട്ട് പഠിക്കണം, കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആളുകൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ ടോപ്പിക്കിലും പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി വെക്കണം. അത് മാത്രമല്ല റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ജസ്റ്റ് ഒരു ഓരോ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ഓണം എക്സാമിന് ഉണ്ടാവും. ക്വസ്റ്റ്യൻ്റെ മോളിൽ ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ 3 പോയിന്റുകൾ വ്യക്തമായി വിശദീകരിച്ച് ചെയ്ത എക്സ്പ്ലെയിൻ 3 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ വേർഡ് മാത്രം എഴുതി വെച്ചാൽ എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. കറക്റ്റ് പോയിന്റ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സോഷ്യൽ സയൻസ് പഠിക്കാൻ. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരു മികച്ച മാർക്ക് സോഷ്യൽ സയൻസിൽ നേടാൻ സാധിക്കുള്ളൂ. എൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടഫാണെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസം സോഷ്യൽ സയൻസ് റിവൈസ് ചെയ്യാനും ഒരു ദിവസം സോഷ്യൽ സയൻസിൻ്റെ നോർമൽ സ്റ്റഡീസിനുമായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. നിങ്ങൾ ഒരു സ്റ്റേറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഡേ നിങ്ങൾ സോഷ്യൽ സയൻസ് റിവൈസ് ചെയ്യാനും ഒരു ഡേ സോഷ്യൽ സയൻസ് പഠിക്കാനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. ഈ രീതിയിലൊക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ അയച്ചു തരാം. ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ എന്ത് ചെയ്യാം? സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാൻ എഴുതി പഠിച്ച് ആ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ കറക്റ്റ് പോയിന്റ് ആക്കി നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്തായിരിക്കും? ഈസി ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.